ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മോൾക്കൊരു കുഞ്ഞ് കമ്മലെടുക്കാൻ പോവുകയാണ്. നല്ല മഴക്കാറാണ്. അതുമാത്രമല്ല, ഇന്ന് ഇവിടുത്തെ പെരുന്നാളും കൂടിയിട്ടാണ്. മഴയും പെരുന്നാളും ഇൻഡിപെൻഡൻസ് ഡേയും എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. എന്തായാലും പെരുന്നാൾ കൊള്ളാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കണ്ട് ആനയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. കാരണം നല്ല മഴയാണ്. എന്തായാലും ഏട്ടൻ ഇന്ന് വീട്ടിലുള്ള കാരണം മോൾക്കൊരു കമ്മലെടുക്കാൻ പോകാൻ ഞങ്ങൾ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല മഴയിൽ നമ്മൾ പെടുന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അത്രയധികം മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുനസ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവളോട് നമ്മൾ പറഞ്ഞു, കാരണം അവൾ എങ്ങടാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്ന കാരണം നമ്മൾ പറഞ്ഞു കമ്മലെടുക്കാനാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാരണം അവൾ ഭയങ്കര ഗമയിലാണ്. ഈ ഡ്രസ്സ് തന്നെ അവൾക്ക് ഇടണമെന്ന് ഭയങ്കര വാശി. അങ്ങനെ പട്ടുപാവാടയൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതേ നമ്മൾ റോയൽ ജ്വല്ലറിയിലാണ് കേട്ടോ ഗോൾഡ് എടുക്കാൻ വേണ്ടി വന്നത്. അവിടെ കാർ പാർക്കിംഗ് താഴ്ഭാഗത്താണ്. അപ്പോൾ ഇങ്ങനെ ലിഫ്റ്റല്ല എന്തെന്ന് ഇതിനെ പറയാമെന്ന് എനിക്കറിയില്ല. കാർ ഇങ്ങനെ താഴേക്ക് ഇറക്കിയിട്ട് നമ്മൾ താഴെയാണ് കാർ പാർക്കിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാർ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ലിഫ്റ്റിൽ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. റോയൽ ജ്വല്ലറിയുടെ പട്ടാമ്പി റോട്ടിലുള്ള ഈ ഒരു ഷോറൂമിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മൾ തൃശ്ശൂർ റോട്ടിലുള്ള ഷോറൂമിലേക്ക് പോയിട്ടുണ്ട്. ഇവിടേക്ക് ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. എന്താണ് നമുക്ക് അകത്ത് എന്നുള്ളത് കാണാം. ലിഫ്റ്റിൽ നമ്മൾ മുകളിലോട്ട് പോവാണ്. പുനസ് കണ്ടോ, കണ്ണാട ഊരിയിട്ടില്ല കേട്ടോ. സാധാരണ കണ്ണാട അങ്ങനെ വെക്കാത്തതാണ്. എന്നിപ്പോൾ എന്തോ ഭയങ്കര ഗമയിലാണ് ആൾ. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഷോറൂമിൽ കംപ്ലീറ്റും സ്ഥലത്തും ഫ്ലാഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല, വരുന്ന കസ്റ്റമർക്ക് കൊടിയും മിഠായിയൊക്കെ കിട്ടുന്നുണ്ട്. പുനസിനൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഇത് നമ്മൾ കമ്മലിൻ്റെ സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഉൾവശം. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പുനസിനെ കമ്മൽ നോക്കുകയാണ് കേട്ടോ. പുനസാണെങ്കിൽ ഫ്ലാഗൊക്കെ കൈ പിടിച്ചിട്ട് മിഠായിയൊക്കെ ഒരു മിഠായി തീറ്റ കഴിഞ്ഞിട്ട് അടുത്ത മിഠായിക്ക് ഇറങ്ങും കേട്ടോ. കണ്ടോ, ജിമിക്ക കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പുനസിന് ഓരോ കമ്മൽ നമ്മൾ ഊരുക ഇടുക അതാണ്. മോൾക്കാണെങ്കിൽ ദേഷ്യം വന്നു തുടങ്ങിയിട്ടാണ്. കാരണം മിഠായി തിന്നാനും സമ്മതിക്കണില്ല. അത് മാത്രമല്ല, അവളുടെ ലക്ഷ്യം മുഴുവൻ ആ പാർക്കിൽ പോയിട്ട് കളിക്കുക എന്നുള്ളതാണ് കേട്ടോ. പാർക്ക് എന്ന് പറഞ്ഞാൽ അവർ തന്നെ സെറ്റ് ചെയ്ത ഒരു പ്ലേ ഗ്രൗണ്ടാണ്. അതെന്തായാലും നല്ല ഐഡിയ ആണ്. കാരണം വരുന്ന കസ്റ്റമേഴ്സിനെ ജ്വല്ലേഴ്സ് കാണും ചെയ്യാം, പിള്ളേരെ ആ പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഇരുത്തും ചെയ്യാം. അവർ കളിക്കുന്നത് നമുക്ക് കാണും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നല്ലൊരു ഐഡിയ ആണ് അവർ അവിടെ പ്രയോഗിച്ചത്. പൊന്നസാണെങ്കിൽ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 കമ്മലൊക്കെ അവളെ ഇടിപ്പിച്ചിട്ട് മിററിൻ്റെ മുന്നിൽ അവൾ ഭംഗി ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അങ്ങനെ ഒരു വിധമൊക്കെ പിടിച്ചിരുത്തി. ഇനി ഇരുത്തി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അവളെ അവിടെ കൊണ്ടിരുത്താണ് കേട്ടോ. പോകുന്നത് പാർക്കിൽ കൊണ്ടിരുത്താണ്. അവിടെ വേറെയും കുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൾ അവിടെ ഓക്കെയാണ്. നമുക്ക് കാണുകയും ചെയ്യാം. നമ്മളിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവളിരിക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ടാറ്റയ്ക്ക് തന്നിട്ട് അമ്മ പൊക്കോ, ഞാൻ ഇവിടെ നിന്ന് കളിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അങ്ങനെ അതെ, അവൾ അവിടെ ഇരുന്നിട്ട് കളിക്കുകയാണ്. കുട്ടികൾ കളിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരത് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കമ്മൽ നോക്കുന്ന സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ ഇവളെന്നെ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, നമുക്ക് അവളെന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കമ്മൽ പിന്നെ നോക്കാം. കുറേ കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കമ്മൽ മാത്രമല്ല കേട്ടോ, വേറെയും കുറേ ജ്വല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും റോയൽ ജ്വല്ലറിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് സെലക്ഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ കമ്മലൊക്കെ സെലക്ട് ചെയ്തു. ജിമിക്കാണ് വാങ്ങിയത്. കുഞ്ഞ് ജിമിക്ക കണ്ട, അവൾക്ക് ഇനിയും കളിക്കണം എന്നാണ് പറയണേ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണ്. അവൾ പോരാൻ സമ്മതിക്കണില്ല. കാരണം അവൾക്ക് പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെയും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കമ്മലൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടോ. നല്ല മഴക്കാറ്, നല്ല മഴ പെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പിന്നെയും മഴ പെയ്യാനാണ് പോകുന്നതെന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ കേട്ടോ, നല്ല മഴക്കാറ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല മഴ എന്തായാലും കുറേ ദിവസമായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തോർച്ച പോലും ഇല്ല, അത്രയധികം മഴയാണ്. ഇനി എന്തൊക്കെ ഇപ്രാവശ്യം ഉണ്ടാവുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അങ്ങനെ ആർക്കും ഒന്നും സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഓരോ ദിവസവും തള്ളി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ കമ്മലൊക്കെ വാങ്ങി. പുനൂസിന് സന്തോഷമായി. ഇനി പുനൂസിന് ഓണക്കോടിയൊക്കെ എടുക്കണം. അതിന് പിന്നെ ആവട്ടെ. പുനൂസ് കമ്മലൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ.